ദന്താരോഗ്യ സംബന്ധമായി പല സംശയങ്ങളും ആശുപത്രിയിൽ വരുന്ന രോഗികൾ ചോദിക്കാറുണ്ട്. അതിൽ ഏറ്റവും സാധാരണയായി ചോദിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് സംസാരിക്കാം. ആദ്യമായി പല്ലുകളിൽ പുളിപ്പ് അനുഭവപ്പെടാനുള്ള കാരണം എന്താണെന്ന് നോക്കാം. ചൂട്, തണുപ്പ് തുടങ്ങി ഏതുതരം പ്രചോദകങ്ങളും പല്ലുവേദനയായി ആണ് നമുക്ക് അനുഭവപ്പെടാറുള്ളത്. പുളിപ്പ് എന്നത് ഈ വേദനയുടെ ചെറിയ രൂപാന്തരമാണ്. പല്ലിൽ തേയ്മാനം ഉണ്ടാകുമ്പോഴോ പല്ല് കേടാകാൻ തുടങ്ങുമ്പോഴോ ആണ് ഏറ്റവും സാധാരണയായി പുളിപ്പുണ്ടാകാറ്. തേയ്മാനം കൊണ്ടുള്ള പുളിപ്പിന് ഒരു പരിധിവരെ സെൻസിറ്റിവിറ്റി പേസ്റ്റുകൾ ഉപകരിക്കും. പക്ഷേ കേടുവന്ന പല്ല് അടയ്ക്കുകയോ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്യുകയോ വേണം. അതിനാൽ ആദ്യം ഒരു ഡോക്ടറെ കണ്ട് പുളിപ്പിന്റെ കാരണം എന്താണെന്ന് നിർണ്ണയിക്കുക. അതുപോലെ മറ്റൊരു സംശയമാണ്, പാൽപ്പല്ലുകൾ കേടുവന്നാൽ അവ റൂട്ട് കനാൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ അതോ പറിച്ചു കളയുന്നതാണോ നല്ലത് എന്ന്. ഓരോ പാൽപ്പല്ലും മുളയ്ക്കുന്നതും കൊഴിയുന്നതും ഓരോ പ്രായത്തിലാണ്. 6 മുതൽ 12 വയസ്സ് വരെയുള്ള കാലയളവിലാണ് ഇത് സംഭവിക്കുന്നത്. താടിയെല്ലുകളുടെ വളർച്ചയ്ക്കും വികാസത്തിനും പാൽപ്പല്ലുകളുടെ സാന്നിധ്യം അത്യാവശ്യമാണ്. അതുകൊണ്ട് കേടുവന്നാൽ അടയ്ക്കാം, അല്ലെങ്കിൽ റൂട്ട് കനാൽ ചെയ്യാം. ഇനി ഒരു തരത്തിലും നിലനിർത്താൻ സാധ്യമല്ലെങ്കിൽ എടുത്തു കളഞ്ഞതിനു ശേഷം സ്പേസ് മെയിന്റനേഴ്സ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വെക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചവയ്ക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന ഫസ്റ്റ് പെർമനന്റ് മോളാർ, അതായത് സ്ഥിരദന്തങ്ങളിലെ ആദ്യത്തെ അണപ്പല്ല് 6-ാം വയസ്സിൽ പാൽപ്പല്ലുകൾക്ക് പുറകിലായി മുളച്ചു വരുന്നുണ്ട് എന്നതാണ്. ഇത് പാൽപ്പല്ലാണെന്ന് കരുതി പലരും അവഗണിക്കുന്നു. അങ്ങനെ അത് വേഗത്തിൽ കേടുവരാനും ഇടയാകുന്നു. പാൽപ്പല്ലുകൾ മുഴുവൻ കൊഴിഞ്ഞിട്ടാണോ പല്ലുകൾക്ക് കമ്പിയിടേണ്ടത് എന്നത് പലരുടെയും ഒരു ചോദ്യമാണ്. പലപ്പോഴും നാം പല്ലിന്റെ എന്ന് കരുതുന്ന പല പ്രശ്നങ്ങളും മുഖത്തെ അസ്ഥികളുടെ വളർച്ചാ വൈകല്യങ്ങളാകാം. അതല്ലെങ്കിൽ കുട്ടികളിൽ കാണുന്ന വിരൽക്കുടി, നാക്ക് തള്ളൽ, വായിലൂടെയുള്ള ശ്വസനം എന്നീ ദുശ്ശീലങ്ങൾ കാരണമാകാം. അതിനാൽ എന്താണ് പ്രശ്നമെന്ന് ഡോക്ടറെ കാണിച്ച് കൃത്യമായി മനസ്സിലാക്കുക. ചില ചികിത്സകൾ കുഞ്ഞുങ്ങളുടെ വളർച്ച പൂർത്തിയാക്കുന്നതിന് വളരെ മുന്നേ തന്നെ തുടങ്ങേണ്ടതുണ്ട്. അതിനാൽ പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു തീരുന്നതുവരെ നാം കാത്തു നിൽക്കേണ്ടതില്ല. ഇനി കേടുവന്ന പല്ലുകൾ എടുത്ത് കളയേണ്ടതുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, കേടുവന്ന പല്ലുകൾ അടച്ചോ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്തോ നിലനിർത്താൻ സാധിക്കും. പക്ഷേ പല്ലിന്റെ ഇനാമൽ അല്പം പോലും ഇല്ലെങ്കിൽ സംരക്ഷിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത്തരം അവസ്ഥകളിൽ പല്ലെടുത്തതിനു ശേഷം ഫിക്സഡ് പാർഷ്യൽ ഡെഞ്ചർ, റിമൂവബിൾ പാർഷ്യൽ ഡെഞ്ചർ അല്ലെങ്കിൽ ഇംപ്ലാന്റ് ക്രൗൺ എന്നിങ്ങനെ പോയ പല്ലുകൾ റീപ്ലേസ് ചെയ്യാൻ പല മാർഗങ്ങളുമുണ്ട്. പല വ്യക്തികളിലും ഏകദേശം 40 വയസ്സിന് ശേഷം മുൻവരിയിലെ പല്ലുകളിൽ വിടവുകൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. മുൻവരിയിലെ വിടവ് മോണരോഗം കാരണമോ അല്ലെങ്കിൽ കടിക്കുന്നതിലെ ചില പ്രത്യേകതകൾ കാരണമോ ആവാം. അത് എന്താണെന്ന നിഗമനത്തിലെത്തിയ ശേഷം കോമ്പോസിറ്റ് ഓർ സെറാമിക് വെനീറിംഗ് പോലുള്ള ചികിത്സകൾ അല്ലെങ്കിൽ ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെന്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ റൂട്ട് കനാൽ ചികിത്സ ഏതു പ്രായത്തിലും ചെയ്യാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, തീർച്ചയായും കുഞ്ഞു കുട്ടികൾ തൊട്ട് പ്രായമായവർ വരെ ഏതു പ്രായത്തിലും ചെയ്യാം. അതിന് പല ഘടകങ്ങളും കണക്കിലെടുക്കണമെന്ന് മാത്രമല്ല പല്ലെടുക്കാൻ ബുദ്ധിമുട്ടുള്ള പല ഘട്ടങ്ങളിലും, ഉദാഹരണത്തിന് ഹൃദ്രോഗികളിലും മറ്റും റൂട്ട് കനാൽ ചികിത്സയാണ് കൂടുതൽ അഭികാമ്യം.